ഗുഡ് മോർണിംഗ്. ഇന്ന് മൺഡേ മോർണിംഗ് ആണ്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടായിരുന്നു. പുട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പുറത്തോട്ട് ഒന്ന് ഇറങ്ങിയപ്പോഴേക്കും വിഷ്ണു അവിടെ എന്തോ പരിപാടിയിലാണ്. ഇത് ഈ പപ്പായയൊക്കെ പഴുത്ത് കളറടിച്ച് നിൽപ്പുണ്ട്. അപ്പോൾ അതൊക്കെ എടുക്കാനുള്ള തത്രപ്പാടിൽ മതിലിൻ്റെ മുകളിൽ കയറി നിൽക്കുകയാണ്. അപ്പോൾ ആദ്യത്തേത് എനിക്ക് തന്നപ്പോൾ അത്ര നല്ലതല്ല കേട്ടോ. അതിൻ്റെ മൂട് ഭാഗത്ത് ചെറുതായിട്ടങ്ങ് അഴുകിയതല്ല, അതങ്ങ് നിന്ന് പഴുത്തു പോയതായിരുന്നു. വീട്ടിൽ നിന്ന് ഒരു ചെറിയ മുളക് പിച്ചാൻ വരുമ്പോൾ പോലും കല്യാണി വിളിച്ചില്ലെങ്കിൽ കല്യാണിക്ക് ഭയങ്കര പിണക്കമായിരിക്കും. പപ്പായ എടുക്കാൻ പോകാമെന്ന് പറഞ്ഞ് കല്യാണി വിളിച്ചതാണ്. പക്ഷേ എങ്കിൽ അവൾ വരുന്നതിന് മുന്നേ വിഷ്ണുവിടെ പപ്പായയൊക്കെ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അകത്ത് ചെന്നപ്പോൾ അവിടെ ഒരാൾ എൻ്റെ അടുത്ത് ഭയങ്കര കരച്ചിലും പരിഭവവും പറച്ചിലും ഒക്കെ ആയിരുന്നു. ആളുറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നിരിക്കുന്ന പരിപാടി കാണുന്നത്. അപ്പോൾ നമ്മളിവിടെ ചോറൊക്കെ അടച്ചിട്ടിട്ടുണ്ടായിരുന്നു. ഓഫീസിലിടാനുള്ള ഡ്രസ്സ് അയൺ ചെയ്യാൻ എടുത്തുകൊണ്ട് വന്നപ്പോഴാണ് കല്യാണിക്കുട്ടി അവിടെ താഴെ പോയി ചെറിയൊരു വെണ്ടയ്ക്ക് പിച്ചിക്കൊണ്ട് വന്നു. അപ്പോഴേക്കും അവൾക്ക് സമാധാനമായി. അതിൻ്റെ സന്തോഷമാണ് അവളുടെ മുഖത്ത് കാണുന്നത്. അതിൽ നിന്ന് നല്ല 2 പഴുത്ത പപ്പയ്ക്ക് നോക്കിയിട്ട് ഞാൻ ചെത്തി എടുക്കുന്നുണ്ട്. ഇതെന്തിനാന്ന് വെച്ചാൽ ഓഫീസിൽ കൊണ്ടുപോകാനാണ്. ലഞ്ച് കഴിക്കുന്ന ടൈമിൽ നമുക്ക് പപ്പായയും കൂടെ കഴിക്കാമല്ലോ. എല്ലാവരും കൂടെ ഉണ്ടെങ്കിൽ അതങ്ങ് പൊക്കോളും. അപ്പോൾ ഞാൻ 2 നന്നായിട്ട് ചെത്തിപ്പെറുക്കി എടുക്കുന്നുണ്ട്. ഇവിടെ പപ്പായ വില കൊടുത്ത് മേടിച്ചിട്ടുള്ള സമയം വരെ ഉണ്ട്. ഈ അടുത്താണ് ഇവിടെ പപ്പായ മരവും അതിൽ നിറയെ പപ്പയ്ക്കൊക്കെ കായ്ക്കാൻ തുടങ്ങിയത്. വിഷ്ണുവിന് പപ്പയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ കല്യാണിക്കുട്ടി പപ്പയ്ക്ക് കഴിക്കത്തേ ഇല്ല. അവൾക്കതിന് മണം അടിക്കുന്നത് പോലും ഇഷ്ടമല്ല. ഇപ്പോൾ എനിക്ക് വീഡിയോ ഒക്കെ എടുത്തിരുന്ന കല്യാണിക്കുട്ടിയാണ്. അവളുടെ അടുത്ത് ഞാൻ ആവുന്നത്ര പറയുന്നുണ്ട്, ഒരു പീസ് നീ കഴിച്ചു നോക്കും, നല്ല ടേസ്റ്റ് ഉണ്ടെന്ന്. അവൾക്കൊരു സാധനം ഇഷ്ടമല്ല എന്ന് വെച്ചാൽ പിന്നെ അവൾ ആരൊക്കെ നിർബന്ധിച്ചാലും അവളത് കഴിക്കാൻ പോവില്ല. ആക്ച്വലി പപ്പയ്ക്കയുടെ ടേസ്റ്റ് എന്താണെന്ന് പോലും കല്യാണിക്കുട്ടി അറിഞ്ഞിട്ടില്ല. ആ ഒരു മണം ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് അത് അവൾക്ക് താല്പര്യം ഇല്ലാത്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഞാൻ 2 പാത്രങ്ങളിലായിട്ട് പപ്പായൊക്കെ മുറിച്ച് സെറ്റ് ചെയ്തു. ഇനി ഞാൻ പോയി കുളിച്ച് റെഡിയായി ഓഫീസിൽ പോട്ടെ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.